ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയറിനെ പറ്റിയാണ്. അതിനെയാണ് നമ്മൾ SCR എന്ന് ചുരുക്കി വിളിക്കുന്നത്. അപ്പോൾ സിലിക്കൺ കൺട്രോൾഡ് റെക്ടിഫയർ അല്ലെങ്കിൽ SCR എന്ന് പറയുന്നത് ഒരു 4 ലെയർ 3 ടെർമിനൽ 3 ജംഗ്ഷൻ യൂണി ഡയറക്ഷണൽ സെമി കണ്ടക്ടർ ഡിവൈസ് ആണ്. ഓക്കെ, ഇത് ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ അടിയിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. 4 ലെയേഴ്സ് ആണ് മൊത്തം ഉള്ളത്. നമ്മുടെ SCR എടുക്കുകയാണെങ്കിൽ ടോട്ടലി 4 ലെയേഴ്സ് ആണുള്ളത്. ആദ്യത്തെ P, പിന്നെ N, പിന്നെ വീണ്ടും P, പിന്നെ N. 2, 3 ടെർമിനൽസ് ആണുള്ളത്. 3 ടെർമിനൽസ്. One is anode, one is cathode, and the other one is gate. ഇവിടെ എത്ര ജംഗ്ഷൻസ് ഫോം ചെയ്യുന്നുണ്ട് നോക്കി കഴിഞ്ഞാൽ ഈ പിയുടെ എന്നിന്റെ ഇടയ്ക്ക് ഇതൊരു ജംഗ്ഷൻ വിച്ച് ഇസ് J1, എന്നിന്റെയും പിന്റെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു ജംഗ്ഷൻ വിച്ച് ഇസ് J2, ആൻഡ് അതർ വൺ ഇസ് ബിറ്റ്വീൻ ദിസ് P ആൻഡ് N വിച്ച് ഇസ് J3. അപ്പൊ ടോട്ടൽ എത്ര ജംഗ്ഷനാണ് വരുന്നത്? 3 ജംഗ്ഷൻ ആണ് വരുന്നത്. ഓക്കെ, SCR എന്ന് പറയുന്നതിന്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ആക്ട്സ് ആസ് എ കൺട്രോൾഡ് സ്വിച്ച്. അത് ഗേറ്റ് ട്രിഗർ പൾസ് കിട്ടിക്കഴിയുമ്പോൾ മാത്രമേ കറണ്ട് കണ്ടക്ട് ചെയ്യുള്ളൂ. ഓക്കെ, മെയിൻ ആപ്ലിക്കേഷൻസ് വരുന്നത് പവർ കൺട്രോൾ സിസ്റ്റംസ് ലൈക്ക് ഡിമ്മേഴ്സ്, മോട്ടോർ സ്പീഡ് കൺട്രോൾസ്, അതുപോലെ നമ്മൾ റെക്ടിഫയേഴ്സ്, അതിലൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ SCRനെ പറ്റി നിങ്ങൾക്ക് ഒരു ബ്രീഫ് ഐഡിയ ആയി എന്ന് വിചാരിക്കണം. നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. SCRന്റെ സ്ട്രക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. എന്തൊക്കെ ഉണ്ട്? ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്, ഗേറ്റ് ഉണ്ട്, 3 ടെർമിനൽസ് ആയി, 3 ജംഗ്ഷൻസ് ഉണ്ട്, 4 ലെയേഴ്സ് ഉണ്ട്, PN, PN. ഓക്കെ, നമുക്ക് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ നോക്കാം. മോഡ്സ് ഓഫ് ഓപ്പറേഷനിൽ 3 മോഡ്സ് ഓഫ് ഓപ്പറേഷൻസ് ആണ് ഉള്ളത്. ഒന്ന് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, ഫോർവേഡ് കണ്ടക്ഷൻ മോഡ് ആൻഡ് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്. ആദ്യം നമുക്ക് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് എന്താണ് പറയുന്നത് നോക്കാം. ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ് ഇൻഡിക്കേറ്റ്സ് SCR ഇൻ ഓഫ് സ്റ്റേറ്റ്. അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ ആനോഡ് പോസിറ്റീവിലേക്കും കാഥോഡ് നെഗറ്റീവിലേക്കുമാണ് കണക്ട് ചെയ്യുന്നത്. അതായത് നമ്മുടെ 4 ലെയർ ഉള്ള SCRന്റെ PN, PN ആനോഡ് പോസിറ്റീവിലേക്കും കാഥോഡ് നെഗറ്റീവിലേക്കാണ് കൊടുക്കുന്നത്. ഗേറ്റ് ഓപ്പൺ ആണ്. ഗേറ്റ് ഓപ്പൺ ആണെന്ന് പറയുമ്പോൾ എന്താണ്? ഗേറ്റിന്റെ അവിടെ നമ്മൾ ട്രിഗറിങ് പൾസസ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഗേറ്റിന്റെ അവിടെ ട്രിഗറിങ് പൾസ് ഒന്നും വരാത്തത് കൊണ്ട് തന്നെ SCR എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓഫ് സ്റ്റേറ്റിലായിരിക്കും. അതുകൊണ്ടാണ് ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡിൽ ഓഫ് സ്റ്റേറ്റ് ആണ് SCR എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ജംഗ്ഷൻ ബയാസിംഗ് നോക്കുകയാണെങ്കിൽ J1 നോക്കുകയാണെങ്കിൽ ഈ ഒരു ജംഗ്ഷൻ ആണ്. ജംഗ്ഷൻ 1 നോക്കുകയാണെങ്കിൽ P to പോസിറ്റീവ്, N to നെഗറ്റീവ്, വിച്ച് മീൻസ് J1, ആൻഡ് J3 നോക്കുകയാണെങ്കിൽ അതും എന്താണ്? ഫോർവേഡ് ബയസ്ഡ് ആണ്. J2 എന്ന് പറയുന്നത് N പോസിറ്റീവിലേക്കും P നെഗറ്റീവിലേക്കാണ് പോകുന്നത്, വിച്ച് മീൻസ് റിവേഴ്സ് ബയസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ 2 ജംഗ്ഷൻസ് J1 ആൻഡ് J3 ഫോർവേഡ് ബയസ്ഡും അതുപോലെ തന്നെ J2 എന്ന് പറയുന്നത് റിവേഴ്സ് ബയസിലാണ്. ഓക്കെ, അങ്ങനെയുള്ള സമയത്ത് SCRന്റെ ബിഹേവിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ബ്ലോക്സ് കറണ്ട്. അപ്പോൾ ഒരു സ്മോൾ ലീക്കേജ് കറണ്ടിന്റെ ഫ്ലോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഫോർവേഡ് കണ്ടക്ഷൻ മോഡാണ്. ഈ മോഡിലാണ് SCR ഒരു ഓൺ സ്റ്റേറ്റ് ഡിവൈസ് ആയിട്ട്, ഓൺ സ്റ്റേറ്റ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ട്രിഗർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ പോസിറ്റീവ് ഗേറ്റ് പൾസ് കൊടുക്കും, അല്ലെങ്കിൽ ആനോഡ് വോൾട്ടേജ് എക്സീഡ്സ് ബ്രേക്ക് ഓവർ വോൾട്ടേജ്. ബ്രേക്ക് ഓവർ വോൾട്ടേജിനേക്കാളും കൂടുതൽ ആനോഡ് വോൾട്ടേജ് വന്നാലും ഫോർവേഡ് കണ്ടക്ഷൻ മോഡിലേക്ക് മാറും. ജംഗ്ഷൻ ബയാസിംഗ് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും? എല്ലാ ജംഗ്ഷൻസും ഫോർവേഡ് ബയാസ്ഡ് ആയിരിക്കും. കാരണം
എന്താണ്, കണ്ടക്റ്റിംഗ് ആണ് അല്ലെ. അതിന്റെ ബിഹേവിയർ എന്ന് പറയുമ്പോൾ എന്താണ്, SCR കണ്ടക്ട്സ് കറണ്ട്, ഓൺ ആയിട്ട് ഇരിക്കുന്നു. ഈവൻ ആഫ്റ്റർ ഗേറ്റ് സിഗ്നൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാലും അത് ഓൺ ആയി തന്നെ ഇരിക്കും, പ്രൊവൈഡഡ് ആനോഡ് കറണ്ട് ഗ്രേറ്റർ ദാൻ ഹോൾഡിംഗ് കറണ്ട് ആയിരിക്കണം. ഹോൾഡിംഗ് കറണ്ട് ആണ് മിനിമം കറണ്ട് റിക്വയർഡ് ടു മെയിൻറ്റെയിൻ SCR ഇൻ ഓൺ സ്റ്റേറ്റ്. ഓൺ സ്റ്റേറ്റിൽ സ്റ്റേ ചെയ്യാനായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട മിനിമം കറണ്ടിനെയാണ് നമ്മൾ ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. ആ ഹോൾഡിംഗ് കറണ്ടിനേക്കാളും ആനോഡ് കറണ്ട് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, SCR ഓൺ സ്റ്റേറ്റിൽ തന്നെ റിമെയിൻ ചെയ്യും. മൂന്നാമത്തെ മോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡാണ്. രണ്ട് ഫോർവേഡ് ഉണ്ടായിരുന്നു, ഒരെണ്ണം ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡും ഒരെണ്ണം ഫോർവേഡ് കണ്ടക്ടിങ് മോഡും ആയിരുന്നു. ഇനി റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡാണ്. റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിലും SCR എന്തായിരിക്കും, ഓഫ് സ്റ്റേറ്റിലായിരിക്കും. അതിൽ നമ്മൾ റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡിൽ എന്താണ് ചെയ്യുന്നുണ്ടാവുക, നമ്മുടെ SCR പി എൻ ഇരിക്കുന്ന SCR നമ്മൾ റിവേഴ്സ് ബയസ്ഡ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. വിച്ച് മീൻസ് P is connected to negative terminals and positive terminal is connected to cathode which is N. Okay. അപ്പൊ ആ സമയത്ത് എന്തായിരിക്കും, ജംഗ്ഷൻ 1 ഉം 3 റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കും. ആദ്യത്തെ നേരെ ഓപ്പോസിറ്റ് അല്ലേ വരിക, J2 ഫോർവേഡ് ബയസ്ഡ് ആയിരിക്കും. ഈ സമയത്തും എന്താണ്, SCR റിവേഴ്സ് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും. ഓൺലി സ്മോൾ ലീക്കേജ് കറണ്ട് മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. ഓക്കെ, നമ്മൾ SCRന്റെ കേസിൽ ഓർത്ത് വെക്കേണ്ട ചില പാരാമീറ്റേഴ്സ് ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ എന്ന് പറയുന്നത് ബ്രേക്ക് ഓവർ വോൾട്ടേജ് ആണ്. ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മിനിമം ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് അറ്റ് വിച്ച് SCR കണ്ടക്ട്സ് വിത്തൗട്ട് ഗേറ്റ് സിഗ്നൽ. ഗേറ്റ് സിഗ്നൽ ഇല്ലാതെ SCR കണ്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ മിനിമം എത്ര വോൾട്ടേജ് ആണ് ആനോഡിന്റെയും കാഥോഡിന്റെയും ഇടയിൽ അപ്ലൈ ചെയ്യേണ്ടത്, ആ വോൾട്ടേജിനെയാണ് നമ്മൾ ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ന് വിളിക്കുന്നത്. അതായത് ബ്രേക്ക് ഓവർ വോൾട്ടേജിന് മുകളിലേക്ക് SCR എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. ഓക്കെ, ലാച്ചിങ് കറണ്ട് ആണ് അടുത്തത്. ലാച്ചിങ് കറണ്ട് എന്ന് പറയുമ്പോൾ SCR ടേൺ ഓൺ ചെയ്യാനായിട്ട് നമ്മൾ മിനിമം എത്ര ആനോഡ് കറണ്ട് ആവശ്യമുണ്ട് അല്ലെങ്കിൽ കൊടുക്കണം കണ്ടക്ഷന് വേണ്ടിയിട്ട് എന്നുള്ളതാണ് ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. അതേസമയം ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഓൺ ആയിട്ടുള്ള SCR അതേ സ്റ്റേറ്റിൽ റിമെയിൻ ചെയ്യാനായിട്ട് മിനിമം നമ്മൾ എത്ര ആനോഡ് കറണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതിനെയാണ് നമ്മൾ ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഹോൾഡിംഗ് കറണ്ടിന് താഴെ SCR എന്തുണ്ടാവും, ടേൺ ഓഫ് ചെയ്യും. ഓക്കെ, ഓഫ് സ്റ്റേറ്റിലേക്ക് മാറും. ഗേറ്റ് ട്രിഗർ കറണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, മിനിമം ഗേറ്റ് കറണ്ട് റിക്വയർഡ് ടു ടേൺ ഓൺ ദ SCR ടേൺ ഓൺ ചെയ്യാനായിട്ട് വേണ്ട മിനിമം ഗേറ്റ് കറണ്ടിനെയാണ് നമ്മൾ ഗേറ്റ് ട്രിഗർ കറണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ സിലബസിൽ SCRന്റെ സ്ട്രക്ചർ കൂടാതെ പിന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത് സ്റ്റാറ്റിക് VI ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിക് VI ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ക്യാരയാണ് നമ്മൾ എടുക്കുന്നുണ്ടാവുക. എക്സ് ആക്സിസിൽ ആനോഡിന്റെ വോൾട്ടേജും Y ആക്സിസിൽ ആനോഡ് കറണ്ടും തമ്മിലാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഗ്രാഫ് എടുക്കുന്നത്. ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഉള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മോഡ്സ് ഉണ്ടാവും നമ്മൾ പറഞ്ഞല്ലോ. മോഡ് ഓഫ് ഓപ്പറേഷൻ 3 ഉണ്ട്. വിച്ച് മീൻസ് ദർ ആർ 3 റീജിയൻസ്. 3 തരം റീജിയൻസ് ഉണ്ട്. ഒന്ന് റിവേഴ്സ് ബ്ലോക്കിംഗ് റീജിയൻ. ഇതാണ് റിവേഴ്സ് ബ്ലോക്കിംഗ് റീജിയൻ. അതായത് റിവേഴ്സ് ബ്ലോക്കിംഗ് റീജിയന്റെ കേസിൽ നമ്മൾ എത്ര വോൾട്ടേജ് അപ്ലൈ ചെയ്താലും വളരെ കുറവ് ലീക്കേജ് കറണ്ട് മാത്രം ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അത് കഴിഞ്ഞ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലെങ്കിൽ ബ്രേക്ക് ഓവർ വോൾട്ടേജിന് ശേഷം പിന്നെ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അവലാഞ്ച് ബ്രേക്ക് ഡൗൺ സംഭവിക്കും. നമ്മൾ ഡയോഡിന്റെ കേസിൽ പഠിച്ചില്ലേ, അതുപോലെ തന്നെ സിമിലർ ആണ്. ഓക്കെ, അടുത്ത റീജിയൻ എന്ന് പറയുന്നത് ഫോർവേഡ് ബ്ലോക്കിംഗ് റീജിയൻ ആണ്. ഫോർവേഡ് ബ്ലോക്കിംഗ് റീജിയന്റെ കേസിൽ SCR ഗേറ്റ് പൾസ് കിട്ടുന്നത് വരെ ഫോർവേഡ് വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യുന്ന ആ ഒരു റീജിയൻ ആണ് ഫോർവേഡ് ബ്ലോക്കിംഗ് റീജിയൻ 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അവിടെയും റിവേഴ്സ് ലീക്കേജ് കറണ്ട് തന്നെയാണ് ഉണ്ടാവുക, ഒരു ചെറിയ എമൗണ്ട്. അതേസമയം ഫോർവേഡ് കണ്ടക്ഷൻ റീജിയനിലാവുമ്പോൾ
എന്തുണ്ട്, ഗേറ്റ് പൾസ് നമ്മൾ അപ്ലൈ ചെയ്തു, അതായത് ഗേറ്റ് ട്രിഗറിങ് കൊടുത്തു കഴിഞ്ഞു, SCR കണ്ടക്ട് ചെയ്ത് തുടങ്ങാണ്. മിനിമം എത്ര കറണ്ട് വേണമെന്നാ പറഞ്ഞേ, ഹോൾഡിംഗ് കറണ്ടിന്റെ അത്രയെങ്കിലും കറണ്ട് ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ, ഓൺ ആയ SCR അതേ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ റിമെയിൻ ചെയ്യുള്ളൂ. അപ്പോൾ മിനിമം വേണ്ട കറണ്ട് എന്താണ്, ഹോൾഡിംഗ് കറണ്ട് ആണ്. അതിൽ നിന്ന് കുറച്ചും കൂടി കൂടുതലായിരിക്കും ലാച്ചിങ് കറണ്ട് എന്ന് പറയുന്നത്. അതായത് അതിനെ ഓൺ ആക്കി എടുക്കാനായിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഹൈ കറണ്ട് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓൺ ആയതിനു ശേഷം മെയിൻറ്റെയിൻ ചെയ്യേണ്ട കറണ്ട് എന്ന് പറയുന്നത് അതിനേക്കാൾ കുറവായിരിക്കും ഹോൾഡിംഗ് കറണ്ടിന്റെ വാല്യൂ ഉണ്ടായിരിക്കുള്ളൂ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള റിലേഷൻ നോക്കി വെക്കുക. ലാച്ചിങ് കറണ്ട് IL വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഹോൾഡിംഗ് കറണ്ട് IH. ഓക്കെ, നമുക്ക് SCRന്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാന്ന് നോക്കാം. ഹൈ എഫിഷ്യൻസി ആണ്, അതുപോലെ ഫാസ്റ്റ് സ്വിച്ചിങ് കാപ്പബിലിറ്റി ഉണ്ട്, കോമ്പാക്ട് ആൻഡ് റിലയബിൾ ആണ്, ലോ പവർ ലോസ് ഡ്യൂറിങ് കണ്ടക്ഷൻ. ഇതൊക്കെയാണ് SCRന്റെ അഡ്വാൻറ്റേജസിൽ നമുക്ക് പറയാൻ പറ്റുന്നത്. ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഇതെന്താണ്, ഒരു യൂണി ഡയറക്ഷണൽ ആണ്, അതായത് കറണ്ട് ഓൺലി വൺ ഡയറക്ഷനിലെ കണ്ടക്ട് ചെയ്യൂ എന്നുള്ളത് അതിന്റെ ഒരു പോരായ്മയാണ്. ഓക്കെ, അതുപോലെ തന്നെ DC ആപ്ലിക്കേഷനിൽ ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് വേണ്ടി വരും നമുക്ക് അതിനെ ടേൺ ഓഫ് ചെയ്യാനായിട്ട്. പിന്നെ സെൻസിറ്റീവ് ടു വോൾട്ടേജ് സ്പൈക്സ് ആൻഡ് നോയ്സ് എന്ന് പറയുന്നത് മറ്റൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. മെയിൻ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് റെക്ടിഫയേഴ്സ്, AC DC മോട്ടോർസ്, സ്പീഡ് കൺട്രോൾസ്, ലൈറ്റ് ഡിമ്മേഴ്സ്, ബാറ്ററി ചാർജേഴ്സ്, ഓവർ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ സർക്യൂട്ട്സ്, കൺട്രോൾഡ് റെക്ടിഫയേഴ്സിലൊക്കെയാണ് വരുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് SCRന്റെ സ്ട്രക്ചർ ആൻഡ് സ്റ്റാറ്റിക് VI ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി മെൻഷൻ ചെയ്യാനുള്ളത്. ഇനി നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർവേഡ് വോൾട്ടേജ് ക്യാൻ ബി അപ്ലൈഡ് ടു SCR ആഫ്റ്റർ ഇറ്റ്സ്. ഒരു SCR ടേൺ ഓഫ് ചെയ്തതിന് ശേഷം തിരിച്ച് ടേൺ ഓൺ ചെയ്യുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ഡിലേ ടൈമിങ്ങിനെയാണ് നമ്മൾ ഗേറ്റ് റിക്കവറി ടൈം എന്ന് പറയുന്നത്. അത് നെസസറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഗേറ്റ് റിക്കവറി ടൈം എന്ന് പറയുന്ന ആ ഒരു ടൈം എടുത്തതിന് ശേഷം മാത്രമേ വീണ്ടും ഫോർവേഡ് വോൾട്ടേജ് നമുക്ക് SCRന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക, ഓപ്ഷൻ ബി ഗേറ്റ് റിക്കവറി ടൈം ആണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, holding current of an SCR which means IH is equal to 20 milliampere. അങ്ങനെയാണെങ്കിൽ ലാച്ചിങ് കറണ്ട് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് അറിയുന്ന റിലേഷൻ എന്താണ്, ലാച്ചിങ് കറണ്ട് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഹോൾഡിംഗ് കറണ്ട് ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് എന്ത് പറയാം, ലാച്ചിങ് കറണ്ട് വിൽ ബി ഗ്രേറ്റർ ദാൻ 20 milliampere ആണെന്ന് പറയാമല്ലോ. അപ്പൊ തന്നെ ഓപ്ഷൻ എയും കട്ടായി, ഓപ്ഷൻ ഡിയും കട്ടായി. ഇത് ലെസ് ദാൻ 20 ആണ്, ഇത് ഈക്വൽ ടു 20 ആണ്. ഇത് രണ്ടും അല്ല, അതിനേക്കാളും കൂടുതലാണ് വരേണ്ടത്. പക്ഷെ 200 ആ റേഞ്ച് എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക, നിയറർ ആയിട്ടുള്ള ഈ 20 milliampere അടുത്ത് തന്നെ കുറച്ച് വാല്യൂ കൂടുതലായിട്ടുള്ള ആ ഒരു റേഞ്ചിലുള്ള വാല്യൂ ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പൊ ലാച്ചിങ് കറണ്ടിന്റെ വാല്യൂ ഇവിടെ എന്താണ് വരിക, ഓപ്ഷൻ സി 22 milliampere ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ എ തൈറിസ്റ്റർ നമ്മളിപ്പോ തന്നെ പറഞ്ഞേ ഉള്ളൂ, ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ലാച്ചിങ് കറണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഹോൾഡിംഗ് കറണ്ട്, ഓർ വി ക്യാൻ സേ ഹോൾഡിംഗ് കറണ്ട് ഈസ് ലെസ് ദാൻ ലാച്ചിങ് കറണ്ട്. രണ്ടും സെയിം തന്നെയല്ലേ ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ ഓപ്ഷൻ എന്താണ് വരിക, ഹോൾഡിംഗ് കറണ്ട് ഇസ് മോർ ദാൻ ലാച്ചിങ് കറണ്ട് ആണോ? അല്ല, ഹോൾഡിംഗ് കറണ്ട് ലാച്ചിങ് കറണ്ടിനേക്കാൾ കുറവാണ്. അത് വരുന്ന ഓപ്ഷൻ ആണ് ഓപ്ഷൻ ബി, ഹോൾഡിംഗ് കറണ്ട് ഈസ് ലെസ് ദാൻ ലാച്ചിങ് കറണ്ട്. ഈക്വൽ ടു ആണോ? അല്ല, ഈക്വൽ ടു ലാച്ചിങ് കറണ്ടിന്റെ അല്ല. ഹോൾഡിംഗ് കറണ്ട് 0 അല്ല. അപ്പോ ഇവിടുത്തെ ആൻസർ എന്താണ് വരിക, ഓപ്ഷൻ ബി, ഹോൾഡിംഗ് കറണ്ട് ഈസ് ലെസ് ദാൻ ലാച്ചിങ് കറണ്ട്. അല്ലെങ്കിൽ ലാച്ചിങ് കറണ്ട് ഈസ് മോർ ദാൻ ഹോൾഡിംഗ് കറണ്ട് എന്നുള്ള ഓപ്ഷൻ ആണ് ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ അതാണ് വരിക. ഓക്കെ, ഈ ഒരു റിലേഷൻ ബിറ്റ്വീൻ ലാച്ചിങ് കറണ്ട് ആൻഡ് ഹോൾഡിംഗ് കറണ്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the following statements refer to the condition for successful turn on of SCR when given a single triggering pulse. When SCR is connected to an
RL ലോഡുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. SCR ഷുഡ് ബി ഫോർവേഡ് ബയസ്ഡ്. SCR കണ്ടക്ട് ചെയ്യുക എപ്പോഴാണ്? ഫോർവേഡ് ബയസിലാവുമ്പോഴാണ്. അതുകൊണ്ട് ഓപ്ഷൻ 1 എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ആണ്. SCR ഫോർവേഡ് ബയസിലായിരിക്കണം, എങ്കിലേ ഓൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുള്ളൂ. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആയ സ്ഥിതിക്ക് തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കൂ, റിവേഴ്സ് ബയസ്ഡ് ആയിരിക്കണം. ആ സ്റ്റേറ്റ്മെന്റ് എന്തായിരിക്കും? ഇൻവാലിഡ് ആയിരിക്കും. അടുത്തത് ഗേറ്റ് പൾസ് ഷുഡ് ബി അപ്ലൈഡ് അക്രോസ് ഗേറ്റ് ആൻഡ് കാഥോഡ്. ഗേറ്റിന്റെയും, ഇത് ശ്രദ്ധിക്കണം, ഗേറ്റിന്റെയും കാഥോഡിന്റെയും ഇടയിലാണ് നമ്മൾ ഗേറ്റ് പൾസ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോ ഓപ്ഷൻ 3യും ഇവിടെ ശരിയാണ്. ഗേറ്റിന്റെ ആനോഡിന്റെ ഇടയ്ക്കാണെന്നാണ് അടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്, വിച്ച് ഈസ് റോങ്. ഇത് ശ്രദ്ധിക്കുക, ഗേറ്റിന്റെയും കാഥോഡിന്റെ ഇടയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗേറ്റ് പൾസ് അപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഗേറ്റ് പൾസ് ഷുഡ് ബി പ്രസന്റ് ഫോർ എ മിനിമം ടൈം സച്ച് ദാറ്റ് ആനോഡ് കറന്റ് റീച്ചസ് ലാച്ചിങ് കറന്റ് വിത്തിൻ ദാറ്റ് ടൈം. ശരിയല്ലേ? ലാച്ചിങ് കറണ്ട് എത്തണ്ടേ? ആദ്യം തന്നെ ഓൺ ആവണമെങ്കിൽ ഗേറ്റ് പൾസ് കൊടുത്തു കഴിഞ്ഞ് ആനോഡ് കറണ്ട് ലാച്ചിങ് കറണ്ടിന്റെ അത്ര എത്തിക്കഴിഞ്ഞാലേ എന്ത് ആവുള്ളൂ? SCR ടേൺ ഓൺ ആവുള്ളൂ. പിന്നെ അതിനുശേഷം കറണ്ട് നമുക്ക് കുറച്ച് ഹോൾഡിംഗ് കറണ്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലെ? അപ്പൊ ഇവിടെ 5th സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതും എന്താണ്? റൈറ്റ് ആണ് വരുന്നത്. ഗേറ്റ് പൾസ് ഷുഡ് ബി പ്രസന്റ് ഫോർ എ മിനിമം ടൈം സച്ച് ദാറ്റ് ആനോഡ് കറന്റ് റീച്ചസ് ഹോൾഡിംഗ് കറണ്ട്. ഹോൾഡിംഗ് കറണ്ട് എത്തിയാൽ മതിയോ? പോരാ, ലാച്ചിങ് കറണ്ട് എത്തിക്കഴിഞ്ഞാലാണ് SCR ടേൺ ഓൺ ആവുള്ളൂ. അങ്ങനെ ടേൺ ഓൺ ആയതിനു ശേഷം നമുക്ക് ഗേറ്റ് കറണ്ടിനെ കുറയ്ക്കാൻ പറ്റും. നമുക്ക് ആനോഡ് കറണ്ടിനെ കുറച്ചാലും കുഴപ്പമില്ല, ഹോൾഡിംഗ് കറണ്ടിന്റെ വാല്യൂയിലേക്ക് കുറയ്ക്കാൻ പറ്റും. മിനിമം ഹോൾഡിംഗ് കറണ്ടിന്റെ വാല്യൂ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും. ഓക്കെ, സ്റ്റേറ്റ്മെന്റ്സ് 1, 3 and 5 വരുന്ന ഓപ്ഷൻ D ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, now the last question is a gate current of 25 milliampere IG തന്നിട്ടുണ്ട്. നമുക്ക് IGT എന്ന് പറയാം, നമുക്ക് ഗേറ്റ് ട്രിഗറിംഗ് കറണ്ട്. ഓക്കെ, is applied to turn on SCR ടേൺ ഓൺ ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്തു. Anode current flowing through SCR is found to be 100 ampere. IA is 100 ampere ആണെന്ന് പറഞ്ഞിരിക്കുന്നു. What will be the anode current through SCR if the gate current is reduced gradually to 10 milliampere? അപ്പോ SCR നമ്മൾ ടേൺ ഓൺ ആക്കി കഴിഞ്ഞു. ഓക്കെ, ഗേറ്റ് പൾസ് അപ്ലൈ ചെയ്ത് SCR ടേൺ ഓൺ ആക്കി കഴിഞ്ഞു. അപ്പൊ ഉണ്ടായിരുന്ന ആനോഡ് കറണ്ട് എന്ന് പറയുന്നത് 100 ആംപിയർ ആയിരുന്നു. ഇനി നമ്മൾ ഗേറ്റ് കറണ്ട് റെഡ്യൂസ് ചെയ്യാണ്. എങ്ങോട്ട്? 25 മില്ലി ആംപിയറിന് 10 മില്ലി ആംപിയറിലേക്ക് റെഡ്യൂസ് ചെയ്യാണ്. ആ സമയത്തെ ഹോൾഡിംഗ് കറണ്ടിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 10 മില്ലി ആംപിയർ ആണ്. അപ്പൊ ഗേറ്റ് കറണ്ട് നമ്മൾ കുറച്ചിട്ടുള്ളത് എങ്ങോട്ടാണ്? 10 മില്ലി ആംപിയറിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ ആനോഡ് കറണ്ടിന് എന്ത് വ്യത്യാസം വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആനോഡ് കറണ്ടിന് എന്തെങ്കിലും വ്യത്യാസം വരുമോ? ഇല്ല, കാരണം ടേൺ ഓൺ ചെയ്തതിന് ശേഷം ഓൺ സ്റ്റേറ്റിലാണ്. ഗേറ്റ് കറണ്ട് കുറച്ചാലും സംഭവം എന്താണ്? ടേൺ ഓൺ ആയിരിക്കുകയാണ്. അതായത് ഓൺ സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും, സെയിം കറണ്ട് തന്നെ ക്യാരി ചെയ്യും. അപ്പൊ ആനോഡ് കറണ്ട് എത്ര തന്നെയായിരിക്കും? ഓപ്ഷൻ C 100 ആംപിയർ തന്നെയായിരിക്കും. അപ്പൊ ഇത്രയാണ് നമുക്ക് SCRന്റെ പോർഷനിൽ നിന്ന് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്സിൽ നിന്ന് വരുന്ന എക്സ്പ്ലനേഷൻസ്. അപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത തിയറിയിലോ ഡിസ്കസ് ചെയ്ത ഏതെങ്കിലും ക്വസ്റ്റ്യൻസിലോ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. സൈനിങ് ഓഫ് യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. ഫോക്കസ് ഓൺ വാട്ട് really matters.